മുക്കത്തിന്റെ കാര്യമെടുക്കാം. അദ്ദേഹം പരസ്യമായി നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ, ഇപ്പോൾ ഖാസിയാകാനുള്ള താങ്കളുടെ യോഗ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ താങ്കളുടെ മതപരമായ പാണ്ഡിത്യം ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നായി അത് മാറിയിട്ടുണ്ട്. വേദനിപ്പിച്ചോ താങ്കളെ അത്? ഞാൻ വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നത് ഞാനത് അത്ര മനസ്സിലേക്ക് കൊടുക്കാറില്ല. ഈ പറയുന്ന ആളുകൾക്ക് ഓരോരോ സമയത്ത് അവരുടെ ചില മനോനിലക്കനുസരിച്ച് പറയുന്നതാണ്. വിവരവും വിവേകവും പക്വതയുമുള്ള ആളുകളാണ് സമുദായ നേതൃത്വം. അപ്പൊ അവരുടെ ആ പക്വത അനുസരിച്ച് അവരേൽപ്പിച്ചു. എനിക്ക് അതിന് യോഗ്യതയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഏൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. യോഗ്യതയിൽ എത്ര ആളുകളുണ്ട്. ഞാനിത് മനസ്സിലാക്കുന്നത് ഉമർ ഫൈസി മുക്കത്തിനുള്ള മറുപടി ആയിട്ടാണ്. ഞാൻ ഒരാൾക്ക് മറുപടി പറയുന്നില്ല. ഞാൻ ഇപ്പൊ ആദ്യമായിട്ട് പ്രതികരിക്കാത്തത്. ഞാൻ ഒരാളോട് ഇത് പ്രതികരിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പ്രതികരിച്ചത് മാത്രം. ആ പ്രതികരണം ഞാൻ പറഞ്ഞത് മൊത്തത്തിലുള്ള എല്ലാവർക്കുള്ള മറുപടിയാണ്. അതൊന്നും സംസ്ഥയുടെ മൊത്തം അഭിപ്രായം. അത് ജിഫ്രി തങ്ങൾ തന്നെ പറയാറുണ്ടല്ലോ, ഇങ്ങനെ സംസ്ഥയുടെ പേരും പറഞ്ഞ് ഒരുപാട് പേര് അതൊക്കെ പറയാറുണ്ടാവും. സംസ്ഥയുടെ അഭിപ്രായം അല്ല അദ്ദേഹം തന്നെ പറയാനാണ് പറഞ്ഞത്. ഇയാളെ ഉദ്ദേശിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉമർ ഫൈസി ഉദ്ദേശിച്ചു ഇപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിന് ചില സ്ഥാനം കഴിയുമ്പോൾ അത് സംസ്ഥയുടെ അഭിപ്രായം അല്ലാതെ ജിഫ്രി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി